ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ കേസ് ചാനൽ. എന്താ വെക്കുകയെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ കറി ഉണ്ടാക്കിയിട്ട് ഒരുപാട് ദിവസമായി. ചേനയും വൻപയറും വൻപയർ വെള്ളത്തിലിട്ട് വയ്ക്കുക. തലേദിവസം തന്നെ ചേന സ്ക്വയറായിട്ട് മുറിക്കുക. ഒരു ഉരുള പുളി നമ്മൾ വെള്ളത്തിൽ താഴ്ത്തുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് നല്ലോണം കഴുകി, വൻപയറിൽ കല്ലുണ്ടാവും കേട്ടോ, അപ്പോൾ നോക്കി അതൊക്കെ മാറ്റിയിട്ട് വേണം വയ്ക്കാൻ. കുക്കറിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ, നന്നായി വേവണം. അതവിടെ ഇരിക്കട്ടെ. ഒരു പാനിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ദെൻ 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, കറുപ്പായ വളരെ നല്ലത്. പിന്നെ കടലപ്പരിപ്പ് 1 സ്പൂണ്, പിന്നെ ചുവന്ന മുളക് കേട്ടോ, ആവശ്യത്തിനുള്ളത് ഇടുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം വഴറ്റുക കേട്ടോ. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഒരു ലൈക്ക് ഷെയറൊക്കെ തന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം കുറച്ച് കൂടിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ അളവൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല. നല്ലോണം വഴറ്റിയ ശേഷം അതിലേക്ക് 1 സ്പൂൺ കായം പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കട്ടക്കായാണെങ്കിൽ ബെസ്റ്റ്, ഉണ്ടെങ്കിൽ അത് ഇടുക. അതൊന്ന് വന്ന ശേഷം ഒന്ന് തണുക്കട്ടെ. തണുത്ത ശേഷം ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് നമ്മൾ ഈ കുക്കറിൽ വേവിച്ച വൻപയറും ചേനയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം നമുക്കതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇപ്പോഴാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ ഈ അരച്ച പേസ്റ്റും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൽ ചൂടുള്ളത് കൊണ്ടാണ് അതൊരു മഞ്ഞ് മൂടിയ പോലെ തോന്നണം വീഡിയോ വന്നിട്ട് കേട്ടോ. അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതൊന്ന് നല്ലോണം ഒന്ന് യോജിച്ച് ഒന്ന് തള വരട്ടെ കേട്ടോ. ഈ അരപ്പിടുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആ പുളിവെള്ളം കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ റെഡിയായി കഴിഞ്ഞു. നല്ലോണം തള വന്ന് കറിയൊക്കെ റെഡിയായി. അതിനെ നമ്മൾ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കറിക്കുള്ള കടുക് വറുക്കുകയാണ്. ഒരു പാനിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് 1 സ്പൂൺ കടുക് ഇടുന്നു. ദെൻ അതിലേക്ക് ചുവന്ന മുളക് ഇടുന്നുണ്ട്, കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2 സ്പൂണ് നമ്മൾ നാളികേരം ചിരവിയത് അഗെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ നാളികേരം വന്നിട്ട് ഒരു മൂത്ത് ഒരു ചെറിയൊരു ചുവപ്പ് കളർ വരുമ്പോൾ നന്നായിരിക്കും. എന്നിട്ട് ഈ കറിയിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ അടിപൊളി ചേനയും വൻപയറും ഒരു കറി തയ്യാറായി. ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഹാപ്പി കുക്കിംഗ്.